ഒന്നാം ക്ലാസ്സിലെ തഫ്ഹീം തിലാവയുടെ ഒന്നാമത്തെ ഭാഗം, ഒന്നാമത്തെ പാഠത്തിൽ അദബൻ എന്നുള്ള പാഠം, അത് എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ള വിഷയമാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ പേജിൽ അദബൻ എന്ന പദം നമുക്ക് കാണാം. അത് എടുത്തു കാണിക്കാൻ സാധിക്കാത്തത് കൊണ്ട്, അഥവാ അദബൻ എന്നുള്ളത് ഒരു സാധനം കാണിച്ചു കൊടുത്ത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചില ചോദ്യങ്ങളിലൂടെ കുട്ടികൾക്ക് അതിൻ്റെ ആശയം മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ഉദാഹരണത്തിന്, ഉസ്താദോ ഉമ്മയോ ഉപ്പയോ വരുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കാറില്ലേ എന്ന് കുട്ടിയോട് ചോദിക്കുക. ഉമ്മയും ഉപ്പയും പറയുന്നത് നാം അനുസരിക്കാറില്ലേ? ഇതൊക്കെ നമ്മൾ അദബുള്ള കുട്ടികളായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മദ്രസയിലും സ്കൂളിലും വീട്ടിലും നമ്മൾ അദബുള്ള കുട്ടികളാവണം എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. പിന്നെ മറ്റു ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെയും കുട്ടികൾക്ക് അദബുൻ, മര്യാദ എന്നുള്ള ആശയം മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. മദ്രസയിൽ വെച്ച് ഉസ്താദന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ്, ഹാൻഡ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റു ക്ലാസ്സുകളിലേക്ക് മുൻകൂട്ടി വിവരം നൽകിയതിനു ശേഷം ഉസ്താദ് കുട്ടികളുമായി പോകുന്നു. ഉസ്താദ് മാതൃകാപരമായി ക്ലാസ് എടുക്കുന്നു, കുട്ടികൾ ശ്രദ്ധിച്ചിരിക്കുന്നു. ഇത് കാണിച്ച് കൊടുത്തതിനു ശേഷം കുട്ടികൾ മനസ്സിലാക്കുന്നു അദബൻ എന്നാൽ എന്താണ്. ഉസ്താദ് അവരെ ബോധ്യപ്പെടുത്തുന്നു. പൂർണ്ണ അച്ചടക്കത്തോടെ കുട്ടികൾ ക്ലാസ് ശ്രദ്ധിക്കുന്നതും ഉസ്താദിനെ അനുസരിക്കുന്നതും അവർക്ക് അദബുള്ളത് കൊണ്ടാണ് എന്ന്. രണ്ടാമത്തെ ആക്ടിവിറ്റി നമ്മുടെ ക്ലാസ്സിൽ വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഉസ്താദ് ക്ലാസ്സിൽ വരുമ്പോൾ കുട്ടികളോട് എഴുന്നേറ്റ് നിൽക്കാൻ ആവശ്യപ്പെടുന്നു. അദബുള്ളത് കൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നു. അദബൻ എന്നത് വലുതാക്കി ഫ്ലാഷ് കാർഡിൽ എഴുതുകയോ അല്ലെങ്കിൽ ബോർഡിൽ വലുതാക്കി ഉസ്താദ് മാതൃകാപരമായി എഴുതി കൊടുക്കുക. ആ എന്നുള്ള അക്ഷരം പ്രത്യേകം കളർ കൊടുത്ത് കാണിക്കാൻ മറക്കരുത്. ഇനി അടുത്തത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ആക്ടിവിറ്റി കളർ കൊടുക്കാനുള്ളത്. ഉസ്താദ് മാതൃകാപരമായിട്ട് ബോർഡിൽ കളർ കൊടുത്ത് കാണിച്ചു കൊടുക്കുന്നു. കുട്ടികൾ അതേപോലെ മുകളിൽ നിന്ന് താഴോട്ട് കളർ ചെയ്ത് പരിശീലിക്കുന്നു. രക്ഷിതാക്കൾക്കും മാതൃകാപരമായി കളർ കൊടുത്ത് കുട്ടികൾക്ക് കാണിച്ച് കൊടുക്കാൻ സാധിക്കും. 8-ാം പേജിലെ അടുത്ത ആക്ടിവിറ്റി നമുക്ക് നോക്കാം. ഇവിടെ ആ എന്നുള്ള അക്ഷരം അലിഫും കുട്ടികൾ എഴുതി പരിശീലിക്കുന്നു. മുകളിൽ നിന്ന് താഴോട്ട് കുട്ടികൾ എഴുതി ശീലിക്കുന്നു. അടുത്ത ആക്ടിവിറ്റി 1, 2, 3, 4, 5 ക്രമത്തിൽ താഴെ നിന്ന് മുകളിലോട്ടാണ് കുട്ടികൾ അലിഫ്, ആ എന്നുള്ളത് എഴുതി പരിശീലിക്കേണ്ടത്. കുട്ടിയുടെ ഓരോ എഴുത്തും ഉസ്താദന്മാർ അല്ലെങ്കിൽ രക്ഷിതാക്കൾ ശ്രദ്ധിച്ച് അതിലുള്ള തെറ്റുകൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അടുത്ത ആക്ടിവിറ്റി നോക്കാം. 6 പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഉസ്താദന്മാർ ഈ പദങ്ങളൊക്കെ ഫ്ലാഷ് കാർഡിന്റെ സഹായത്തോടു കൂടിയാണ് ഓരോ കുട്ടിയെ കൊണ്ടും ഒറ്റക്കും ഗ്രൂപ്പായും ഒന്നിച്ചും വായിപ്പിക്കുക. രക്ഷിതാക്കൾക്കും അങ്ങനെ ചെയ്യാവുന്നതാണ്. അബുൻ,
അജലുൻ, അബദുൻ, അലം, അലമുൻ, അസദുൻ, അമലുൻ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ എന്നുള്ള അക്ഷരം പ്രത്യേകം കളർ ചെയ്ത് കാണിക്കേണ്ടതാണ്. അടുത്ത ആക്ടിവിറ്റി, ആ എന്നുള്ള അക്ഷരം കുട്ടികൾ പഠിച്ചു. ഈ അക്ഷരത്തോടൊപ്പം മറ്റു പദങ്ങൾ കൂട്ടി വായിക്കാനുള്ള ഒരു പരിശീലനമാണ്. ആ ദ ബുൻ, ആ ബ ദുൻ, ആ സ ദുൻ. ഇങ്ങനെ ഉസ്താദും കുട്ടികളും വായിച്ച് പരിശീലിക്കുന്നു. അടുത്തായി QR കോഡ് സ്കാൻ ചെയ്ത് കുട്ടികൾക്ക് ഈ അക്ഷരപ്പാട്ട് പാടിക്കൊടുക്കുക. ഉസ്താദ് ഈണത്തിൽ പാടുന്നു, കുട്ടികൾ ഏറ്റുപാടുന്നു. ഗ്രൂപ്പ് തിരിഞ്ഞും പല ട്യൂണുകളായിട്ടും ഓരോ ബെഞ്ചും വ്യത്യസ്ത ട്യൂണുകളിൽ പാടി രസിക്കുന്നു. അവസാനത്തെ ആക്ടിവിറ്റി, ആ ചേർത്തുകൊണ്ട് വായിച്ച് പരിശീലിക്കുക. ആ ദ ബുൻ, ആ ബുൻ, ആ സ ദുൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.